ശരി, മറ്റു വാർത്തകളാണ്. യമൻ തീരത്ത് അഭയാർത്ഥി ബോട്ട് മുങ്ങി 65-ലധികം പേർ മരിച്ചു. ഭൂരിഭാഗം അഭയാർത്ഥികളും എത്യോപ്യയിൽ നിന്നുള്ളവരാണ്. ബോട്ടിൽ 150-ലധികം പേരുണ്ടായിരുന്നു. 13 പേർ മാത്രമാണ് രക്ഷപ്പെട്ടത് എന്നുള്ള വിവരങ്ങൾ കൂടി വരികയാണ്. വി.കെ. സുഹൈൽ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകും. സുഹൈൽ, ഈ അഭയാർത്ഥി ബോട്ടാണ് യമൻ തീരത്ത് മുങ്ങിയത്. ഇവർ എവിടെ നിന്ന് എങ്ങോട്ട് പോകുന്ന ആളുകളായിരുന്നു? എന്ത് വിവരങ്ങൾ ലഭിക്കുന്നു സുഹൈൽ? ജിൽസി, വീണ്ടും അതിദാരുണമായ ഒരു അഭയാർത്ഥി ബോട്ട് അപകടം കൂടി. ഈ തീരത്താണ് ഈ ഒരു അപകടം ഉണ്ടായത്. അബ്ദിയൻ പ്രവിശ്യയിലാണ്, അതിനോട് ചേർന്നിട്ടുള്ള കടൽ തീരത്താണ് ഇപ്പോൾ ഈ ബോട്ട് മുങ്ങിയിട്ടുള്ളത്. എത്യോപ്യയിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക് കുടിയേറാൻ വേണ്ടി ആഗ്രഹിച്ചു വരുന്ന ബോട്ടാണ് മുങ്ങിയിട്ടുള്ളത്. 150-ലധികം വരുന്ന ആളുകൾ ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. അതിൽ രക്ഷപ്പെട്ട 13ഓളം പേർ, അതിലപ്പുറമുള്ള എല്ലാ ആളുകളും ഇപ്പോൾ അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും തന്നെ മരണപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉള്ളത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. എത്യോപ്യൻ നാഷണൽസ് ആണ്, എത്യോപ്യൻ പൗരന്മാരാണ് ഇതിൽ മരിച്ച ഭൂരിഭാഗം പേരും എന്ന് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഓഫ് മൈഗ്രേഷൻ IOM വ്യക്തമാക്കുന്നു. IOM പോലെയുള്ള സംഘടനകളാണ് ഇതേപോലെയുള്ള അഭയാർത്ഥി ബോട്ടുകളെ ഫോളോ ചെയ്യുകയും അവർക്ക് സംഭവിക്കുന്ന അപകടങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നത്. ആഫ്രിക്കയിൽ നിന്നും ഗൾഫ് രാഷ്ട്രങ്ങളിലേക്ക്, പ്രത്യേകിച്ചും യമനിലേക്കും സൗദി അറേബ്യ പോലെയുള്ള ഇടങ്ങളിലേക്കും എല്ലാം മെച്ചപ്പെട്ട ജീവിതം തേടി പോകുന്ന വലിയ റൂട്ടാണ് ഈ യമൻ തീരം എന്ന് പറയുന്നത്. ഈ സ്ഥലങ്ങളിൽ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം അപകടങ്ങൾ പതിവായി സംഭവിക്കുന്ന ഇടം കൂടിയാണ്. യുദ്ധം നടക്കുന്ന മേഖലകൾ, ആഭ്യന്തരമായ സംഘർഷങ്ങൾ ഉണ്ടാകുന്ന മേഖലകൾ, ഇങ്ങനെയുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നാണ് കാര്യമായും ഈ മേഖലയിലൂടെ അഭയാർത്ഥികളുടെ ബോട്ടുകൾ വരുന്നത്. ഈ ബോട്ടുകളിലുള്ള ആളുകൾ കഴിഞ്ഞ മാസങ്ങളിലെല്ലാം തന്നെ കൊല്ലപ്പെട്ടിരുന്നു. ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് യമന്റെ ഹാൻഫർ എന്ന് പറയുന്ന ജില്ല, ആ പ്രവിശ്യയിലാണ് 54 പേരെ ലഭിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ 14 പേരെ അഭയാൻ പ്രവിശ്യയിലെ സിഞ്ചിബാർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിലേക്ക് മാറ്റി. പക്ഷേ അവിടെ അവരെല്ലാവരും തന്നെ കൊല്ലപ്പെട്ട നിലയിൽ, മരിച്ച നിലയിലായിരുന്നു. ഇനി നമുക്ക് അഭിയാൻ സെക്യൂരിറ്റി ഡയറക്ടർ നൽകുന്ന വിവരം അനുസരിച്ച് വലിയ തോതിലുള്ള തിരച്ചിൽ ആ മേഖലകളിൽ, അഭിയാൻ കടൽ തീരങ്ങളിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും 100-ലധികം വരുന്ന ആളുകളെ ഇനിയും പല മേഖലകളിൽ നിന്നും കണ്ടെത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. എത്ര പേരാണ്, 150-ലധികം പേർ എന്ന് പറയുമ്പോൾ എത്ര ആളുകളാണ് ആ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കാരണം ഔദ്യോഗികമായിട്ടുള്ള ഏതെങ്കിലും രേഖകളോ കാര്യങ്ങളോ ഒന്നുമായിട്ടല്ല ഇവർ സഞ്ചരിക്കുന്നുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായും ഇനി എത്ര പേരാണ് അതിലുണ്ടാവുക എന്നുള്ള കാര്യത്തിൽ ഇനിയും സംശയമുണ്ട്. കഴിഞ്ഞ മാർച്ചിൽ ഇതേ മേഖലയിൽ നടന്ന, യമനിലെ തന്നെ ദുബ മേഖലയിൽ നടന്ന ഒരു ബോട്ട് അപകടത്തിൽ 180 പേരാണ് മരിച്ചിരുന്നത്. ഇതേ രൂപത്തിലുള്ള അപകടങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. 3400 ആളുകളാണ് IOM നൽകുന്ന ഒരു കണക്ക് പ്രകാരം ഈ മേഖലകളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ ആകെ മരിച്ചവരുടെ എണ്ണം. ശരി, വി.കെ. സുഹൈലാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അഭയാർത്ഥികളായി സ്വന്തം രാജ്യത്ത് നിൽക്കാൻ കഴിയാതെ മറ്റു രാജ്യത്തെ അഭയം തേടി എങ്ങനെയെങ്കിലും ജീവിക്കാനുള്ള തത്രപ്പാടിൽ ഓടുന്നവരാണ് ഇത്തരമൊരു ദാരുണമായ അപകടത്തിൽപ്പെട്ട് മരിച്ചിരിക്കുന്നത് എന്നുള്ള അതീവ ദുഃഖകരമായ വാർത്തയാണ് വരുന്നത്. ഇപ്പോൾ 65 പേരുടെ മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെങ്കിലും അതിൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാം എന്നുള്ള നിഗമനങ്ങളൊക്കെ വരുന്നുണ്ട്. എന്നാലും അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നമുക്ക് വരും മണിക്കൂറുകളിൽ കൂടുതലായി ലഭ്യമാക്കാം. ഇപ്പോൾ ഇടവേളയിലേക്ക്.